നമസ്കാരം. ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒത്തിരിയധികം ആളുകൾ ജോലി നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ബാങ്കിങ് മേഖല എന്നുള്ളത്. അതിൽ തന്നെ വലിയ താല്പര്യമുള്ള പലരും താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ബാങ്കാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ളത്. നമ്മുടെ കേരളം ആസ്ഥാനമായിട്ട്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ ആലുവ ആസ്ഥാനമായിട്ട് ഇന്ത്യയിലെ ഒരു പ്രമുഖ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനും ഒക്കെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, അതും പരീക്ഷയില്ലാതെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ. ഇത് മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇതിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ഇതേപോലെയുള്ള കരിയർ അവസരങ്ങൾ, ജോലി അവസരങ്ങൾ, പാർട്ട് ടൈം അവസരങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ തൊഴിൽ അവസരങ്ങളൊക്കെ നിങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയൊക്കെ ജോലി തേടാം. എനിക്കൊക്കെ സേവനങ്ങളൊക്കെ സൗജന്യമാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇതാ നോക്കുക, ഫെഡറൽ ബാങ്കിന്റെ ഒരു നോട്ടിഫിക്കേഷൻ. ഫെഡറൽ ബാങ്കിന്റെ HR ടാലന്റ് അക്വിസിഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ് ടീമിൽ നിന്ന് സെപ്റ്റംബർ 10 വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷൻ ഫോർ എൻഗേജ്മെന്റ് ഓഫ് അപ്രന്റീസ് അണ്ടർ അപ്രന്റീഷിപ്പ് ആക്ട്. ഇതൊരു അപ്രന്റീഷിപ്പ് അവസരമാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. കേരള, തമിഴ്നാട്, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനക്കാർക്കാണ് ഈ ഒരു അവസരമുള്ളത്. ഇതൊരു 1 ഇയർ അപ്രന്റീഷിപ്പ് അവസരമായിരിക്കും. അപ്രന്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റൈഫൻഡ് ആണ് ലഭ്യമാകുക. കാരണം ഇതൊരു പഠിക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഇവിടെ വളരെ മികച്ച ഒരു സ്റ്റൈഫൻഡ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്, 18,000 പെർ മന്ത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റൈഫൻഡോടെ 1 ഇയർ ഫെഡറൽ ബാങ്കിലെ പ്രവർത്തനങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് 10th സെപ്റ്റംബർ മുതൽ 17th സെപ്റ്റംബർ വരെ ആയിരിക്കും അവസരങ്ങളുള്ളത്. അപ്പോൾ 17 സെപ്റ്റംബർ മുമ്പായിട്ട് അപേക്ഷിക്കണം. ആർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഇവര് 1/9 പ്രകാരമാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കണക്കാക്കുന്നത്. ആ ഡേറ്റ് പ്രകാരം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം. ഗ്രാജുവേറ്റ് വിത്ത് നോട്ട് ലെസ് ദാൻ 50% മാർക്സ്. അപ്പം 50% മാർക്കോടെയെങ്കിലും ഒരു ഡിഗ്രി, അത് ഫുൾ ടൈം കഴിഞ്ഞവരായിരിക്കണം. പ്രായം 28 വയസ്സിൽ കൂടല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 1/9/1987 ശേഷം ജനിച്ചവരായിരിക്കണം. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും അവസരമുള്ളത്. ഓൾറെഡി അപ്രന്റീഷിപ്പ് ട്രെയിനിങ് എടുത്തവരെ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 വർഷത്തിൽ കൂടുതൽ ഡിഗ്രി പാസ്സായതിനു ശേഷം 4 വർഷത്തിൽ കൂടുതലായവർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ 2025 ആണെങ്കിൽ 21 മുമ്പ് ഡിഗ്രി എടുത്തവരെ അപേക്ഷിക്കേണ്ട കാര്യമില്ല. 21, 22, 23, 24, 25 ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതിന് അപേക്ഷിക്കാൻ, ഡിഗ്രിക്കാർക്കും PGക്കാർക്കും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. മുൻപ് 1 ഇയറിലും മേളിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരും അപേക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മെയിൻലി ഫ്രഷേഴ്സിനെയും ചെറിയ എക്സ്പീരിയൻസ് ഉള്ളവരെയും വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. എങ്ങനെയായിരിക്കും സെലക്ഷൻ? സാധാരണഗതി ഫെഡറൽ ബാങ്കിലെ ജോലിയിലേക്കൊക്കെ എത്താൻ വലിയ എക്സാംസ് ഒക്കെ പാസ്സാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഉണ്ടാകത്തില്ല. ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റിങ്ങും പേഴ്സണൽ ഇന്റർവ്യൂ, അതായത് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ ആയിരിക്കും സെലക്ഷൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ഈ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗവൺമെന്റിന്റെ അപ്രന്റീഷിപ്പ് പോർട്ടലുണ്ട്, നാറ്റ്സ് പോർട്ടൽ. അതിന്റെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ പോയിട്ട് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്കൊരു നാറ്റ്സിൽ ഒരു ഈ എൻറോൾമെന്റ് ID കിട്ടും. ആ എൻറോൾമെന്റ് ID നിങ്ങൾ കയ്യിൽ വെക്കുക. ഇപ്പം നാറ്റ്സ് പോർട്ടലിൽ പോവുക, അവിടെ പോയിട്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അഗെയിൻ നിങ്ങളൊന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എൻറോൾമെന്റ് ID ഉണ്ട്, അത് നിങ്ങൾ കരുതണം. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് അപ്രന്റീഷിപ്പ് അഡ്വർടൈസ്മെന്റ് ഓഫ് ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാനായിട്ട്. ഈ ഒരു ലിങ്ക് കൊടുത്തും നിങ്ങൾക്ക് ആ പേജ് കിട്ടും. അവിടെ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ ആയിരിക്കും. എന്നിട്ട് നിങ്ങളെ ഇവരെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂവിന് വിടും. അതിന്റെ ബേസിസിലൊക്കെ ആയിരിക്കും സെലക്ഷന്. കാര്യം ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഈ അപ്രന്റീഷിപ്പ് ട്രെയിനിങ് എടുത്തുകൊണ്ട് ജോലി ഉറപ്പാകും എന്ന് ചിന്തിക്കല്ല് എന്നുള്ള പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇതിന് വേറെ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്.
ഈ അപ്രന്റീസ്ഷിപ്പ് പീരീഡ് കഴിഞ്ഞാൽ നിങ്ങളെ റിലീവ് ചെയ്യും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ ഫെഡറൽ ബാങ്കിൽ ഞാൻ കണ്ടെത്തിയ, പ്രത്യേകിച്ച് അവരുടെ സൈറ്റിലൊക്കെ കണ്ടെത്തിയ ഒരു അവസരം ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.